ഭവനരഹിതർക്ക് കയറി കിടക്കാൻ വീടൊരുക്കിയ സർക്കാരിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഇരയാക്കുന്ന നിലപാട് UDF സ്വീകരിച്ചിരുന്നു. സംഗതി പഴയ കഥയൊന്നുമല്ല. പറഞ്ഞു വരുന്നത് ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ്. 5 ലക്ഷത്തിലധികം വീടുകൾ, 20 ലക്ഷത്തിലധികം മനുഷ്യരുടെ ജീവിതത്തിൽ പുഞ്ചിരി വിടർത്തിയ ലൈഫ് പദ്ധതിയെ സമൂലം തകർക്കാൻ ശ്രമിച്ചത് UDF ആണ്. അധികാരത്തിലെത്തിയാൽ ലൈഫ് പദ്ധതിയെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി UDF പ്രഖ്യാപിക്കുകയും ചെയ്തു. നാടാകെ ഇന്ന് പാലുകാച്ചൽ നടക്കുമ്പോൾ മറക്കരുത് ജനോപകാരപ്രദമായ പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ച UDFന്റെ കുബുദ്ധി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന 5 വർഷങ്ങളിൽ കേരളത്തിൽ ആകെ നിർമ്മിച്ചത് 4189 വീടുകൾ മാത്രമാണ്. അതേസമയമാണ് 2017 മെയ് 3 പ്രഖ്യാപിച്ച ലൈഫ് പദ്ധതി പ്രകാരം ഇടതുപക്ഷ സർക്കാർ 5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചത്. മേൽക്കൂരയുടെ തണലിൽ സുരക്ഷിതത്വത്തോടെ മനുഷ്യരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം വിടർത്തിയ പദ്ധതി പക്ഷെ UDFന് വലുതായി പിടിച്ചില്ല, ദഹിച്ചില്ല എന്നും പറയാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ പാർപ്പിടം ഉറപ്പാക്കാനുള്ള LDF സർക്കാരിന്റെ പദ്ധതിയായ ലൈഫിനെ അധികാരത്തിലെത്തിയാൽ അവസാനിപ്പിക്കുമെന്നാണ് അന്ന് UDF കൺവീനർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിന്റെ ചുവട് പിടിച്ച് UDF അധികാരത്തിലുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളും പദ്ധതി നടപ്പാക്കുന്നതിന് വിമുഖത കാണിക്കുകയും ചെയ്തു. കോൺഗ്രസും BJPയും നടത്തിയ കുപ്രചാരണങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുമാണ് വടക്കാഞ്ചേരിയിൽ 140 കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിനു മുകളിൽ കരിനിഴൽ വീഴ്ത്തിയത്. ഫ്ളാറ്റ് സമുച്ചയം, ആശുപത്രി സമുച്ചയം, അങ്കണവാടി എന്നിവ നിർമ്മിച്ചു നൽകാമെന്ന് UAE റെഡ് ക്രസന്റ് രേഖാമൂലം അറിയിച്ചതാണ്. റെഡ് ക്രസന്റിൽ നിന്ന് സർക്കാരോ ലൈഫ് മിഷനോ പണം സ്വീകരിച്ചിട്ടുമില്ല. വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ള 217.88 സെന്റ് ഭൂമി ഇതിനായി വിട്ടു നൽകുകയും ചെയ്തു. എന്നാൽ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസും BJPയും രംഗത്തെത്തി. ഇവർ ഉയർത്തിയ പൊള്ളവാദങ്ങളെല്ലാം കോൺഗ്രസ് പണിഞ്ഞ പാലാരിവട്ടം പാലം പോലെ പൊളിഞ്ഞു വീണു. കെട്ടിടത്തിന് ബലമില്ലെന്ന ആരോപണം വിദഗ്ധ സമിതി പരിശോധനയോടെ പൊളിച്ചു. പിന്നീട് നിർമ്മാണത്തിന് നൽകിയ ഭൂമി മോശമാണെന്ന ആരോപണമായിരുന്നു കോൺഗ്രസ് ഉയർത്തിയത്. എന്നാൽ ഭൂമി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തതാണെന്ന് തെളിഞ്ഞതോടെ അതും പൊളിഞ്ഞു. വിവിധ കേസുകൾ ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്നു എന്നതിനാൽ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. UDF തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന കളമശ്ശേരി, തൃക്കാക്കര നഗരസഭകൾ ഒരു വീട് പോലും ലൈഫ് പദ്ധതിയിൽ നൽകിയിട്ടില്ല. ഭവനരഹിതരില്ലാത്തതിനാലല്ല, LDF സർക്കാരിന്റെ പദ്ധതികൾ UDF നഗരസഭയിൽ വേണ്ട എന്ന രാഷ്ട്രീയ അന്ധതമൂത്ത തീരുമാനമാണ് ഇതിന് കാരണം. തൃക്കാക്കരയിലും കളമശ്ശേരിയിലും ഒരു വീട് പോലും ലൈഫിൽ അനുവദിക്കാതിരിക്കാൻ അക്ഷീണ പ്രയത്നമാണ് അവിടങ്ങളിൽ അധികാരമുള്ള UDF ശ്രമിച്ചു പോരുന്നത്.